വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസമായി. 2500 രൂപയാണ് അധ്യാപകരുടെ പെൻഷൻ. ക്ഷേമനിധി ബോർഡിൽ പണം ലഭ്യമല്ലാത്തതുകൊണ്ട് വൈകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. 2500 രൂപയാണ് പെൻഷൻ വാങ്ങുന്നത്. ഹെൽപ്പർമാർക്ക് 1500 രൂപയാണ് വാങ്ങുന്നത്. അത് തന്നെ എല്ലാ മാസവും കിട്ടാറില്ല. 2 മാസം 3 മാസം കൂടുമ്പോഴാണ് കിട്ടാറ്. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നില്ല. മരുന്നാണ് കൂടുതൽ, ആ മരുന്നിന് പോലും തികയാത്തൊരവസ്ഥയാണ്. പിന്നെ മക്കളുള്ളവർക്കൊക്കെ അവർ ചെയ്യും. മുഖ്യമന്ത്രിയോട് ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, ട്രഷറി വഴി ഞങ്ങൾക്ക് പെൻഷൻ അനുവദിക്കണം. ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഞങ്ങളെ മാറ്റണം. ഒരു മിനിമം തുക, ആ 10,000 രൂപ വെച്ചിട്ടെങ്കിലും ഒരു മാസം ഞങ്ങൾക്ക് പെൻഷൻ അനുവദിക്കുന്ന രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഇത്രയും വയസ്സായ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഒന്ന് കനിഞ്ഞ് അനുവദിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് തത്സമയം ശരിയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഇത് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും അധികാരത്തിലേറിയത്. എന്നിരിക്കെ കഴിഞ്ഞ 3 മാസത്തോളമായി ഈ അംഗൻവാടി ജീവനക്കാരുടെ, അതായത് അധ്യാപിക അതോടൊപ്പം തന്നെ സഹായി, ഈ 2 പേരുടെയും പെൻഷൻ മാസങ്ങളോളമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. 3 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ അംഗൻവാടി ടീച്ചർമാർ വ്യക്തമാക്കുന്ന കാര്യം. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. വളരെ തുച്ഛമായ സംഖ്യയാണുള്ളത്. 2500 രൂപ അധ്യാപികയ്ക്കും 1500 രൂപ സഹായിക്കും. അതാണ് അവർക്ക് നൽകി പോരുന്നത്. എന്നാൽ ആ തുച്ഛമായ തുക തന്നെ കഴിഞ്ഞ് 3 മാസമായി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ പുതിയ സർക്കാരെങ്കിലും ഇപ്പോൾ അംഗൻവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അവർ. ഈ സാഹചര്യത്തിലാണ് തങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം, പെൻഷനായ ആളുകളെ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം അവരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമനിധി ബോർഡ് വഴിയാണ് അവരുടെ പെൻഷൻ ഇപ്പോൾ ലഭ്യമാക്കുന്നത്. അത് മാറ്റി ട്രഷറിയിലേക്ക് തങ്ങളുടെയും പെൻഷൻ മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് സർക്കാർ തയ്യാറാകണമെന്നാണ് അവരിപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത്. ക്ഷേമനിധി ബോർഡിന് സർക്കാർ പണം നൽകാത്തതിനാൽ പണമില്ല, അതുകൊണ്ട് പെൻഷൻ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ അവർ നടത്തിയിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായിട്ടില്ല. LDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് ഇതിലേക്ക് പണം, ക്ഷേമനിധി ബോർഡിലേക്ക് പണം നൽകിയിരുന്നത്. ആ സമയത്ത് അവർക്ക് പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കഴിഞ്ഞ 3 മാസമായി ഇത് മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായിട്ടും UDF സർക്കാരാണ് ആ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ പുതിയ സർക്കാരിന് മുന്നിൽ അംഗൻവാടി ജീവനക്കാരെയൊക്കെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പരിഗണിച്ച മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു നിവേദനം പോലെ ഈ അംഗൻവാടി ജീവനക്കാർ അവരുടെ ഒരു നിവേദനം മുന്നോട്ട് വെക്കുകയാണ്. തങ്ങളെ കൂടി പരിഗണിക്കണം, കൃത്യമായി ഈ പെൻഷൻ ലഭ്യമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആവശ്യം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.